നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 19 വ്യാഴാഴ്ചയാണ്. ഇന്നലത്തെ ഇന്ത്യൻ വിപണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ചെറിയ ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത്. മിഡ് ക്യാപ്പും വലിയ നഷ്ടത്തിലേക്ക് പോയി. ഇന്നലെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്ന് റിലവൻ്റ് ആവാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്ക് വാർത്തകളും നമ്മൾ ഇന്നലെ അവിടെ പറയുകയുണ്ടായി ഈവനിങ് പോഡ്കാസ്റ്റ് വീഡിയോയിൽ. അതാരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. കമന്റ് ബോക്സിൽ നമ്മൾ ആ വീഡിയോ കൂടി പിൻ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് സ്റ്റാർട്ടപ്പുകളെയും വൻ നിക്ഷേപകരെയും ആകർഷിക്കാൻ സെബിയുടെ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുന്നേ ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കാണ്. ഇന്നലെ US-ൽ വളരെ പ്രധാനപ്പെട്ട FOMC മീറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ തുടക്കത്തിൽ നേട്ടത്തിലായിരുന്ന US മാർക്കറ്റുകൾ പിന്നീട് ഒരു ഇടിവിലേക്ക് പോയി. അതിന്റെ കാരണം ട്രംപിന്റെ താരിഫുകൾ ഉപഭോക്താക്കളെ ബാധിക്കാൻ തുടങ്ങിയതോടെ ഈ വേനൽക്കാലത്ത് സാധനങ്ങളുടെ വില ഉയരുമെന്ന് ഫെഡ് ചെയർ ജെറോം പവൽ പറഞ്ഞതിനെ തുടർന്നാണ് പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ ഇടിഞ്ഞത്. പ്രതീക്ഷിച്ചതുപോലെ US സെൻട്രൽ ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയില്ല. എന്നിരുന്നാലും ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി അവരുടെ ഏറ്റവും പുതിയ ഡോട്ട് പ്ലോട്ട് അടിസ്ഥാനമാക്കി ഈ വർഷാവസാനം 2 തവണ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഫോക്കസിലുള്ളത്, നിക്ഷേപകർ മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ വ്യോമയുദ്ധങ്ങളിൽ US സൈനിക ഇടപെടൽ കൂടുതലായിരിക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.12% ഇടിഞ്ഞു. വിപ്രോ 1.32% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.56% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.59% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെയും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഇടിഞ്ഞു. 0.39% ഇടിഞ്ഞത്. ഇനി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഏകദേശം $1,50,000 ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡിലേക്ക് വന്നാൽ 0.1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 74,000 രൂപയാണ്. ഇന്നലത്തെ ക്രൂഡ് ഓയിൽ വില നിലവാരത്തിലേക്ക് വന്നാൽ ബ്രന്റ് 0.4% നേട്ടത്തിലും WTI 0.25% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണുള്ളത്. ഇന്നത്തെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ബാച്ചിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് മറക്കരുത്, 200 ലൈക്കുകളാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി ജൂൺ 18 ആയിരുന്നു സെബിയുടെ ബോർഡ് മീറ്റിംഗ്. അതായത് ഇന്നലെയായിരുന്നു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക്, സ്റ്റാർട്ടപ്പ് ലിസ്റ്റിംഗുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. പ്രൊമോട്ടർമാർക്ക് ഇസോപ്പ് എന്നാൽ എംപ്ലോയ്മെന്റ് സ്റ്റോക്ക് ഓപ്ഷൻ കൈവശം വെക്കാൻ അനുവദിക്കുന്നു. സർക്കാർ സെക്യൂരിറ്റികളിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും പ്രൊമോട്ടർമാരെ കൂടുതൽ പങ്കാളിത്തം പുലർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ബുധനാഴ്ച നിരവധി നടപടികളാണ് പ്രഖ്യാപിച്ചത്. വിപണി പങ്കാളികൾക്കുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തു. സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 90%-ലധികം ഓഹരികളുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വമേധയാ ഡീലിസ്റ്റ് ചെയ്യൽ, ട്രസ്റ്റുകൾക്കും ചാരിറ്റബിൾ സൊസൈറ്റികൾക്കും സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ അനുമതി, മറ്റു റെഗുലേറ്റർമാർക്ക് കീഴിലുള്ള മർച്ചന്റ് ബാങ്കർമാർക്കും ഡീബർജർ ട്രസ്റ്റുകൾക്കും അനുമതി ലഭിച്ചു. ഏതായാലും നമുക്കറിയേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് എന്ത് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. പോസിറ്റീവ് സെന്റിമെന്റിലുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം സ്റ്റാർട്ടപ്പ് IPOകളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സെബിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ റൂൾസ് ലഘൂകരിച്ചത് പോസിറ്റീവായി തന്നെ കാണാം. ഇത് കൂടുതൽ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ഇന്ത്യയിലെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് വോഡാഫോൺ ഐഡിയ AST സ്പേസ് മൊബൈലുമായി സഹകരിക്കുന്നു. അടുത്തത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ബാങ്ക് 735 കോടി രൂപ മൂല്യമുള്ള കിട്ടക്കടങ്ങൾ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചു. മറ്റൊരു കമ്പനി സൈഡസ് ലൈഫ് സയൻസ് ആണ്. അഹമ്മദാബാദിലെ ക്യാൻസർ മരുന്ന് പ്ലാന്റിൽ US FDA പരിശോധന പൂർത്തീകരിച്ചു. പരിശോധനയിൽ 2 ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കമ്പനി ഉടൻ തന്നെ അത് പരിഹരിക്കും. അടുത്തത് ഹീറോ മോട്ടോകോപ്പ് എന്ന കമ്പനിയാണ്. ജൂലൈ 1 മുതൽ ബാറ്ററി സബ്സ്ക്രിപ്ഷൻ മോഡലിലുള്ള വിഡ VX2 ഇലക്ട്രോണിക് സ്കൂട്ടർ ഹീറോ മോട്ടോകോർപ്പ് പുറത്തിറക്കും. അതായത് ഉപഭോക്താക്കൾക്ക് ബാറ്ററി വാങ്ങുന്നതിന് പകരം പ്രതിമാസം പണമടയ്ക്കാം. അടുത്തത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയാണ്. ജിയോ പേയ്മെന്റ്സ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണം ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഏറ്റെടുത്തു. SBIയുടെ 50% ഓഹരി 104.54 കോടി രൂപയ്ക്ക് അവർ വാങ്ങി. അടുത്തത് ആക്സിസ് കേറ്റ്സ് എന്ന കമ്പനിയാണ്. പ്രാദേശിക പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് മെയ്ക്ക് ഇൻ ഇന്ത്യ പിന്തുണയുമായി
ആക്സിസ് ഗേറ്റ്സും MBDAയും പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. അടുത്തതായി അശോക ബിൽഡ്കോൺ എന്ന കമ്പനി. മഹാരാഷ്ട്രയിലുടനീളം സ്മാർട്ട് ട്രാഫിക് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി അശോക ബിൽഡ്കോണിനും അതിന്റെ അനുബന്ധ സ്ഥാപനത്തിനും 1387 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, ബയോകോൺ, ബിസോഫ്റ്റ്, CDSL, ചെമ്പൽ ഫെർട്ടിലൈസർ, ഹഡ്കോ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റുഡൻസിന് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കോഴ്സ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ 2 ബാച്ചുകളായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഒന്ന് നമ്മുടെ റെഗുലർ ബാച്ചിന് പുറമെ ഇപ്പോൾ ഒരു വീക്കെൻഡ് ബാച്ച് കൂടി ആരംഭിക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും ഈ വീക്കെൻഡ് ബാച്ച് ഉണ്ടായിരിക്കുക. നമ്മുടെ നിരവധി സ്റ്റുഡൻസിന് നമ്മുടെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാരണങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും സൗകര്യം മാനിച്ചാണ് ഇപ്പോൾ വീക്കെൻഡ് ബാച്ച് കൂടി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ കോഴ്സിൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ ടെക്നിക്കൽ അനാലിസിസിന് നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂളുകൾ, ട്രേഡിംഗ് സൈക്കോളജി, ഇങ്ങനെ ധാരാളം കാര്യങ്ങളാണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 891 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 1091 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും FIS ബൈയിങ്ങിൽ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.81% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.45% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 0.26% ഇടിവിലാണ്. 65 പോയിന്റ്സിന്റെ ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 80 മുതൽ 85 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്നത്തെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലേക്കും ഇന്നലെ 24,812 42 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെയും പ്രത്യേകം പറഞ്ഞിരുന്നു 24,700 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. തിങ്കളാഴ്ചത്തെ ലോ 24,700 ആണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഡിഫെൻഡ് ചെയ്യാൻ ഇന്നലെ നിഫ്റ്റിക്ക് സാധിച്ചു. 24,750 ആണ് ഇന്നലത്തെ ലോ ആയിട്ട് വരുന്നത്. ഇനി ഇന്നലത്തെ കാൻഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, അപ്സൈഡിൽ നമ്മൾ ആ വരച്ചിരിക്കുന്ന റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന്റെ തൊട്ടരികെ എത്തിയതിന് ശേഷമാണ് ഒരു റിജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻ വളരെ ക്രൂഷ്യൽ തന്നെയാണ്. കൂടാതെ ഇന്നലത്തെ കാൻഡിൽ എന്ന് പറയുമ്പോൾ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിച്ചിട്ടുള്ള ഒരു കാൻഡിലാണ്. ഒരു ഇൻവേർട്ടഡ് പിൻബാറിന് സമാനമായ കാൻഡിൽ കൂടിയാണിത്. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനും ഡൗൺ സൈഡിൽ നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. അതായത് ആദ്യം 24,700 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 24,500, 400 സോൺ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 24,750 സ്ട്രൈക്കിൽ 75% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 216% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,700 സ്ട്രൈക്കിൽ 17% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 26% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഷോർട്ട് ബിൽഡപ്പ്. 24,800 സ്ട്രൈക്കിൽ 18% മാത്രം വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 181% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,700ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ നിഫ്റ്റിയിൽ നിന്നും വിഭിന്നമായി ബാങ്ക് നിഫ്റ്റി 55,829 115 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ചാനൽ പാറ്റേണിന്റെ ഉള്ളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഉള്ളത്. ഈ ഒരു ചാനലിന് താഴെയായിട്ടാണ് ക്ലോസിംഗ് വെക്കുന്നതെങ്കിൽ പിന്നീട് നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് 55,360 ആദ്യത്തെ ഒരു സോൺ ലെവലായിട്ട് വരുന്നത്. അതിനുശേഷം 54,574 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷനിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000ഉമാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ആ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ ആ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.